ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് 2006 പുറത്തിറങ്ങിയിട്ടുള്ള അമേരിക്കൻ ആനിമേറ്റഡ് സ്പോർട്സ് കോമഡി ഫിലിമായിട്ടുള്ള കാഴ്സ് ആണ്. അതെ, സെൽഫിഷും അരഗൻറ്റും ആയിട്ടുള്ള നമ്മുടെ മെക്കീൻ, ലൈറ്റ്നിങ് മെക്കീൻ എന്ന സൂപ്പർ കാറിൻ്റെ കഥയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ കഥയിലോട്ട് പോകാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ലൈറ്റ്നിങ് മെക്കീനെയാണ് കാണുന്നത്. അവനങ്ങനെ ആ ഒരു ട്രാക്കിലേക്ക് ആ ഒരു വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലൈറ്റ്നിങ് മെക്കീൻ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആണ്. അതുപോലെ തന്നെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു യങ് റേസിംഗ് കാറാണ് ഇവൻ. മെക്കീൻ്റെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കാനായിട്ട് ദ കിങ് എന്ന് പറയുന്ന ഒരു കാറും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ചിക്ക് ഹിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറും ഉണ്ട്. ഈ രണ്ട് പേരെയും തോൽപ്പിച്ചിട്ട് വേണം നമ്മുടെ മെക്കീന് ഈ ഒരു പിസ്റ്റൺ കപ്പ് നേടിയെടുക്കാനായിട്ട്. അത് നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ വേറെയും ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് വഴിയേ പറയാം. ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു കാറില്ലേ, ഒരു ബ്ലൂ കളർ ദ കിങ് എന്ന് പറയുന്നത്, പുള്ളിക്കാരനാണെന്നുണ്ടെങ്കിൽ 7 പ്രാവശ്യം ചാമ്പ്യൻ ആയിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ റിട്ടയറിംഗ് മാച്ചും കൂടിയാണിത്, അതായത് റിട്ടയറിംഗ് റേസും കൂടിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പച്ചക്കാറായിട്ടുള്ള ചിക്ക് ഹിക്സ് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര അലവലാതിയാണ്. പുള്ളിക്കാരൻ പല അടവുകളും പ്രയോഗിച്ചിട്ട് മറ്റുള്ള കാറുകൾക്കൊക്കെ അപകടം ഉണ്ടാക്കിയിട്ടാണ് എല്ലാ റേസിലും ജയിച്ചുകൊണ്ട് വരുന്നത്. പതിവ് പോലെ തന്നെ ഈ ഒരു ചിക്ക് ഹിക്സ് ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ള കാറുകളൊക്കെ തട്ടി മാറ്റിക്കൊണ്ട് അവിടെ മൊത്തം ഒരു അപകടം അല്ലെങ്കിൽ കൂട്ടയിടിയും കാര്യങ്ങളൊക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നമ്മുടെ ലൈറ്റ്നിങ് മെക്കീൻ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ തരണം ചെയ്തുകൊണ്ട് ചാടി ചാടി നല്ല ഹീറോ ആയി അതിനൊക്കെ പോസ് കൊടുത്ത് ക്യാമറയ്ക്കും എല്ലാത്തിനും പോസൊക്കെ കൊടുത്തിട്ടാണ് അവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അവനിതൊരു പ്രശ്നമേ അല്ല. ബാക്കിയുള്ള എല്ലാ കാറുകളും പിറ്റ് ഷോപ്പിൽ കയറിയിട്ട് ടയറും ബാക്കി ഓയിലും കാര്യങ്ങളും ഗ്യാസും ഒക്കെ അടിച്ചതിന് ശേഷമാണ് ഈ റേസിൽ വീണ്ടും കയറുന്നത്. പക്ഷേ നമ്മുടെ ലൈറ്റ്നിങ് മെക്കീൻ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവന് പിന്നീട് വലിയൊരു പണിയും കിട്ടുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഒരുപാട് ദൂരം പോയി കഴിഞ്ഞപ്പോൾ അവൻ്റെ പുറകിലുണ്ടായിരുന്ന 2 ടയറും പൊട്ടിപ്പോകുന്നുണ്ട്. ലാസ്റ്റ് ലാപ്പായി അവനങ്ങനെ ആ ഒരു പോയിന്റിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട്. പക്ഷേ ഈ 3 കാറുകളും ഒരുമിച്ചാണ് ആ ഒരു പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു വിജയം കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മുടെ മെക്കീനാണെന്നുണ്ടെങ്കിൽ കഷ്ടിച്ച് നാക്കുകൊണ്ട് അവിടെ തൊട്ടിട്ടുണ്ടായിരുന്നത്, അതായത് ആ ഒരു പോയിന്റിൽ. അതുകൊണ്ട് തന്നെ 3 കാറുകൾക്കും ഒരുമിച്ച് ഒരു 3-way ടൈ ആയി മാറിയിരിക്കുകയാണ്. പക്ഷേ സെൽഫിഷും അരഗൻറ്റുമായിട്ടുള്ള നമ്മുടെ ഈ ലൈറ്റ്നിങ് മെക്കീനാണെന്നുണ്ടെങ്കിൽ അവൻ വിജയസാധ്യത വളരെ ഉറപ്പിച്ച് തന്നെ നിൽക്കുകയാണ്. അവൻ തന്നെയാണ് വിജയി എന്നൊക്കെ മനസ്സിൽ കരുതിയിട്ട് അവൻ മാധ്യമങ്ങൾക്കും മറ്റുള്ള ക്യാമറൈസിനും എല്ലാത്തിനും ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വലിയ ആളായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് സ്റ്റേജിലേക്ക് ഈ ഒരു 3 കാറുകളും ഒരുമിച്ചാണ് വിളിപ്പിക്കുന്നത്. പക്ഷേ ഇവൻ ആദ്യമേ അവിടെ പോയി നിൽക്കുന്നുണ്ട്, ഇവന് കപ്പ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇതൊരു 3-way ടൈ ആയതുകൊണ്ട് തന്നെ 3 പേർക്കും ഒരേ രീതിയിലാണ് വിജയം കാര്യങ്ങളൊക്കെ നേടാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം വീണ്ടും കാലിഫോർണിയയിൽ വെച്ച് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോഴാണ് ലൈറ്റ്നിങ് മെക്കീൻ്റെ ട്രക്കായിട്ടുള്ള, അതായത് അവനെ കൊണ്ടുപോകുന്ന ആ ഒരു വലിയ ട്രക്ക് ഉണ്ടല്ലോ, ആ ഒരു ട്രക്ക് വന്നിട്ട് പറയുന്നത് അവരുടെ സ്പോൺസർ വിളിക്കുന്നുണ്ടെന്ന്. അതായത് മെക്കീൻ്റെ സ്പോൺസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റസ്റ്റി ഓയിൻമെൻ്റ് ഉണ്ട്. അതായത് തുരുമ്പ് പിടിച്ചിട്ടുള്ള വാഹനങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഓയിൻമെൻറ്റിൻ്റെ പരസ്യം കാര്യങ്ങളൊക്കെ ഇവൻ ചെയ്യുന്നുണ്ട്. അവരാണ് ഇവനെ സ്പോൺസർ ചെയ്യുന്നത്. ഈ ഒരു പിസ്റ്റൺ കപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡൈനോക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ ടീമുണ്ട്. ആ ടീമിനാണ് സ്വന്തമായിട്ട് ഹെലികോപ്റ്റേഴ്സും അതുപോലെ ഭയങ്കര അത്യാധുനികമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതിലേക്കൊക്കെ മാറാമെന്നാണ് ഇവൻ്റെ വിചാരം. ഇവിടെ ഈ ഒരു തുരുമ്പ് പിടിച്ചിട്ടുള്ള ഈ ഒരു കമ്പനിയിൽ ഇങ്ങനെ സ്പോൺസറും മേടിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ ഇന്ന ആരും തിരിച്ചറിയില്ല, ഫെയിമും കാര്യങ്ങളൊക്കെ കുറയും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവർ ഇരിക്കുന്നത്. അന്ന് തന്നെ ഈ കാലിഫോർണിയയിലേക്ക് മാക്ക് പറഞ്ഞ ആ ഒരു വലിയ ട്രക്കിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഇവൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്, ലൈറ്റ്നിങ് മെക്കീൻ. അങ്ങനെ പോകുന്ന വഴിയിലൊക്കെ ആരാധകർ ഇവന് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. പോകുന്ന വഴിയിലൊക്കെ മാക്കിൻ്റെ അടുത്ത്, അതായത് ഈ ഒരു ട്രക്കിൻ്റെ അടുത്ത് നമ്മുടെ ലൈറ്റ്നിങ് മെക്കീൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഈ ഒരു കപ്പും കാര്യങ്ങളൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ ഡൈനോക്കോ ടീമിൽ ചേരാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അവരുടെ സ്പോൺസർഷിപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഞാൻ ആരാ, നീ ആരാ, അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അതായത് നമ്മുടെ ഫുള്ളും പെയിൻ്റ് അടക്കം മാറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞു. യാത്ര ചെയ്ത് രാത്രിയായിട്ട് ഇങ്ങനെ ട്രക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ട്രക്കാണെന്നുണ്ടെങ്കിൽ കാലിഫോർണിയ വരെ പോയിക്കൊണ്ടിരിക്കില്ല. അതുകൊണ്ട് തന്നെ ട്രക്കിന് നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലൈറ്റ്നിങ് മെക്കീൻ പറയുന്നുണ്ട്, നീ എന്തിനാ പേടിക്കുന്നത്, ഞാൻ നിൻ്റെ കൂടെ ഉറങ്ങാണ്ടിരുന്ന് വർത്തമാനമൊക്കെ പറയാമെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ലൈറ്റ്നിങ് മെക്കീൻ കിടന്നുറങ്ങി പോയിട്ടുണ്ട്. ഈ മാക്ക് എന്ന് പറയുന്ന ട്രക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പതിയെ കണ്ണടച്ച് പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ മിസ്റ്റർ ബി വെട്ടി എണീക്കൂലേ ഉറക്കം വന്നിട്ട്, അതുപോലെ എണീക്കുന്നുമുണ്ട്. അതിൻ്റെ ഇടയിലാണ് കുറച്ച് റോഡ് ഫ്രീക്ക് കാറുകളായിട്ടുള്ള കുറച്ച് പേര് വരുന്നത്. അതായത് ഫ്രീക്കൻ ചെക്കന്മാരെന്നൊക്കെ പറഞ്ഞ പോലെ ഫ്രീക്കൻ കാറുകൾ വന്നിട്ട് ഈ ഒരു നമ്മുടെ ട്രക്കില്ലേ, മാക്ക് എന്ന് പറയുന്ന ആ ഒരു ട്രക്കിൻ്റെ ഫ്രണ്ടിൽ കൊടുന്നിട്ട് അവർ അതുവരെ നല്ല DJ പാട്ടൊക്കെ ഇട്ടിരുന്നത്, പിന്നീട് ഈ ഒരു ട്രക്കിന് കുറച്ചും കൂടി ഒന്ന് ഉറക്കം വരട്ടെ എന്ന് വിചാരിച്ചിട്ട്
ഒരു ലളിതഗാനം അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പുറകിലത്തെ ആ ഒരു ട്രക്കിൻ്റെ ഡോറ് തുറന്നു വരുന്നുണ്ട്. മെക്കീനാണെന്നുണ്ടെങ്കിൽ ഉറങ്ങി റോഡിൻ്റെ നടുവിലയക്കാണ്. ഈ ട്രക്ക് ആണെന്നുണ്ടെങ്കിൽ അവൻ അവിടെ ഇട്ടിട്ട് ട്രക്ക് അറിയുന്നില്ല, അതായത് മേക്ക് അറിയുന്നില്ല, മേക്ക് ഉറങ്ങിയിട്ട് ഓടിച്ച് പോകുന്നുണ്ട്. നമ്മുടെ മെക്കീനാണെന്നുണ്ടെങ്കിൽ റോട്ടിൽ കിടക്കുകയാണ്. പിന്നെ അവൻ എണീറ്റ് നോക്കുമ്പോൾ മൊത്തം ഹൈവേയിൽ വണ്ടികളൊക്കെ അവനെ ഇടിക്കാൻ വരുന്നതാണ് അവൻ കാണുന്നത്. അവനങ്ങനെ മേക്കേ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ദൂരം അന്വേഷിച്ച് പോകുന്നുണ്ട്. പക്ഷേ കണ്ടു കിട്ടാനാവുന്നില്ല. ഒരു ട്രക്കിനെ കണ്ടിട്ട് അത് മേക്കാണെന്ന് വിചാരിച്ച് പോയി നോക്കുമ്പോൾ അത് വേറെ ഏതോ ഒരു ട്രക്കായിരുന്നു. അവനങ്ങനെ വളരെ വേഗത്തിൽ പോകുമ്പോൾ ഒരു ടൗൺ കാണുന്നുണ്ട്. ഒരു പഴയ ഉപേക്ഷിക്കപ്പെട്ട ഒരു റേഡിയേറ്റർ സ്പ്രിങ്സ് എന്ന് പറയുന്ന ഒരു ടൗൺ. അവിടെ വെച്ചിട്ട് അവിടുത്തെ ഒരു ഷെരീഫ്, അതായത് അവിടുത്തെ പോലീസുകാരനായിട്ടുള്ള ഒരു കാറ് ഇവനെ ഓടിച്ചിട്ട് പിടിക്കാനായിട്ട് നോക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് നമ്മുടെ ലൈറ്റ്നിങ് മെക്കീൻ ആ ഒരു ചെറിയ ടൗണിലുണ്ടായിരുന്ന പല സ്ഥലത്തു കൂടെയും വണ്ടി ഓടിച്ച് പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു തുരുമ്പ് പിടിച്ച ചങ്ങലയിലും കാര്യങ്ങളൊക്കെ തട്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഈ ഒരു ടൗണിൽ ഒരുപാട് നാശനഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. ആ ഒരു റോഡടക്കം പൊളിഞ്ഞു പോകുന്നുണ്ട്. അതോടുകൂടിയിട്ട് നമ്മുടെ മെക്കീനെ അവിടെ പിടിച്ചു വെക്കുകയാണ് ഇവർ. അടുത്ത ദിവസം മെക്കീനെ കൊണ്ടുപോകുന്ന ആ ഒരു ട്രക്ക് തുറന്ന് നോക്കുകയാണ്. മേക്കാണെന്നുണ്ടെങ്കിൽ അവൻ്റെ പുറകിലത്തെ ഡോറും കാര്യങ്ങളൊക്കെ തുറന്ന് നോക്കുമ്പോൾ മെക്കീനെ കാണാനില്ല. അതാണെന്നുണ്ടെങ്കിൽ അന്താരാഷ്ട്ര ന്യൂസായിട്ട് പൊട്ടിപ്പുറപ്പെട്ടേക്കാണ്. മെക്കീൻ മിസ്സിങ് ആണ്, മെക്കീൻ എന്ത് പറ്റിയെന്നൊക്കെയാണ് ടി വിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ മെക്കീനാണെന്നുണ്ടെങ്കിൽ ഇതേ ഇവിടെ ഒരു ചെറിയൊരു ഗ്യാരേജിൽ പഴയ കാറുകളുടെയൊക്കെ നടുവിൽ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ കാറുകളൊക്കെ ഉണ്ടാവില്ല, അങ്ങനെ ഒരു ഗ്യാരേജിൽ ഇങ്ങനെ കിടക്കുകയാണ്. അവൻ്റെ ഫ്രണ്ടിലായിട്ട് മാറ്റർ എന്ന് പറയുന്ന ഒരു ചെറിയ ട്രക്കും വന്ന് കിടക്കുന്നുണ്ട്, ഒരു ക്രെയിൻ പോലത്തെ ഒരു ട്രക്ക്. ആ ഒരു പോലീസുകാർ ഈ ഒരു മാറ്ററിനെയാണ് നമ്മുടെ മെക്കീനെ നോക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഡോറും കാര്യങ്ങളൊക്കെ തുറന്നു കൊടുക്കുമെന്ന് മെക്കീൻ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആ ഒരു പോലീസുകാർ വന്നിട്ട് ഇവനൊക്കെ കൂടി ചേർത്തിട്ട് കോടതിയിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ അവിടുത്തെ നാട്ടുകാരെന്ന് പറയുന്നത് അവിടെയുള്ള ബാക്കിയുള്ള കാറുകളും ട്രക്കുകളും എല്ലാവരും കൂടിയിട്ടുണ്ട്. അവർക്കൊക്കെ നാശനഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അവരുടെ കടകളൊക്കെ ആകെ തരിപ്പണമായിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ ജഡ്ജി ആണെന്നുണ്ടെങ്കിൽ ഇവനോടൊന്നും പറയുന്നില്ല, ഇവൻ്റെ അടുത്ത് പൊക്കോളനായിട്ട് പറയുന്നു. ഈ ഒരു ജഡ്ജിയുടെ പേര് ഡോഗ് ഹുഡ്സൺ എന്നാണ്. അപ്പോഴേക്കും സാലി എന്ന് പറയുന്ന ഒരു പോർഷെ കാർ വരുന്നുണ്ട്, ഒരു പെൺ കാർ. അവൾ വന്നിട്ട് പറയുന്നുണ്ട് അങ്ങനെ വെറുതെ വിടാനൊന്നും പറ്റില്ല, ഇത്രയും നാശനഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഈ റോഡ് ഡാമേജ് ആയിട്ടുള്ള ഈ റോഡും കാര്യങ്ങളൊക്കെ നന്നാക്കിയതിന് ശേഷം ഒരു കമ്മ്യൂണിറ്റി സർവീസ് അതായത് കാര്യങ്ങളൊക്കെ അവനെ കൊണ്ട് ചെയ്യിച്ച ശേഷം വിട്ടാൽ മതി എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ജഡ്ജി ആയിട്ടുള്ള ഡോഗ് ഹുഡ്സൺ ആണെങ്കിൽ ഈ ഒരു അഭിപ്രായത്തോട് യോജിക്കുകയും അവനെ കമ്മ്യൂണിറ്റി സർവീസ് ചെയ്യാനായിട്ട് വിടുകയും ചെയ്യുന്നുണ്ട്. അതായത് ആ ഒരു റോഡും കാര്യങ്ങളും എല്ലാം അവൻ ശരിയാക്കി കൊടുക്കണം, എന്നിട്ട് മാത്രമേ അവൻ ഇവിടുന്ന് പോകാനായിട്ട് പറ്റുള്ളൂ. ഈ ഒരു ഓർഡർ വന്നപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന ട്രക്കുകളും മറ്റു കാറുകളും എല്ലാം ആർപ്പ് വിളിക്കുകയാണ്. മെക്കീനാണെന്നുണ്ടെങ്കിൽ മനസ്സിൽ പറയുന്നുണ്ട്, ഈശ്വര ഏത് നേരത്താണാവോ ഉറങ്ങാനായിട്ട് എനിക്ക് തോന്നിയെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ മെക്കീൻ പറയുന്നുണ്ട് മാറ്ററിൻ്റെ അടുത്ത് അവൻ്റെ ആ ലോക്കൊന്ന് അഴിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ മാറ്റർ ഈ ഒരു ലോക്കും കാര്യങ്ങളൊക്കെ അഴിച്ചു കൊടുത്തപ്പോൾ തന്നെ നമ്മുടെ മെക്കീൻ അവിടെ നിന്ന് വിട്ടടിച്ച് പോകുന്നുണ്ട്. അവിടെ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മെക്കീൻ അവിടെ നിന്ന് ചീറിപ്പാഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പണി പാടി, അവൻ്റെ ഗ്യാസ് തീർന്നു, അതായത് ഫ്യൂവൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അവനവിടെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വണ്ടി താനെ ഉരുണ്ട് അവിടെ നിൽക്കുകയാണ്. പിന്നെ പറയണ്ടല്ലോ, അവന് അവിടുത്തെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകേണ്ടി വന്നു. അങ്ങനെ അവൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിലും റോഡ് പണിയൊക്കെ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവന് കൂട്ടായിട്ട് മാറ്ററും തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട്. ഈ ഒരു റോഡ് പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറെ 2 കാറുകൾ വന്നിട്ട് അവന് പുതിയ ടയറും കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതായത് ഇവർക്കൊരു ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരങ്ങനെ കസ്റ്റമേഴ്സിനെ പിടിക്കാനായിട്ട് നിൽക്കുന്നവർ. ഇതേ സമയം 2 കാറുകൾ വഴി തെറ്റിയിട്ട് എന്തൊക്കെ ഗൂഗിൾ മാപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാന്ന് തോന്നുന്നുണ്ട് വഴി തെറ്റി വന്നിരിക്കുകയാണ് ഈ ഒരു ടൗണിലൂടെ. അപ്പോൾ തന്നെ സാലി എന്ന് പറയുന്ന ആ ഒരു കാറുണ്ടല്ലോ, പോർഷെ കാറ്, അവൾ പോയിട്ട് ഇവരെ കൺവിൻസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെയുള്ള സൗകര്യം കിട്ടും, ഗ്യാസ് ഓയിൽ കിട്ടും, നല്ല എന്താ പറയുക പ്രീമിയം ആയിട്ടുള്ള പെട്രോൾ കിട്ടും, അതുപോലെ തന്നെ ഒരുപാട് പാർട്സിൻ്റെ കടകളുണ്ട്, ഹോട്ടൽ റൂമുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവരെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവർ പറയുന്നുണ്ട് ഇല്ല ഞങ്ങൾ മാപ്പ് നോക്കിയിട്ട് പൊക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അവരങ്ങനെ ഒരു സർവീസും കാര്യങ്ങളൊന്നും വേണ്ടെന്നാണ് പറയുന്നത്. പുറത്തുനിന്ന് വന്ന ഈ ഒരു കാറുകൾക്കും മെക്കീനാണ് ഈ ഒരു റോഡ് പണിയും ചെയ്യുന്നതെന്നൊന്നും അവർക്കൊന്നും മനസ്സിലായിട്ടില്ല. മെക്കീൻ അങ്ങനെ ആകെ അന്തിച്ച് നിൽക്കുന്നുണ്ട്, എന്നെ ഇവർക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേ എന്ന്. പോരാത്തതിന് അവിടെ ഉണ്ടായിരുന്ന റേഡിയേറ്റർ സ്പ്രിങ്സ് ഉണ്ടായിരുന്ന ബാക്കിയുള്ള എല്ലാ കാറുകളും ഇവർ പോയത് കണ്ടിട്ട് വിഷമിച്ച് നിൽക്കണം. മെക്കീനാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ വിചാരിക്കുന്നുണ്ട് ഞാൻ ഇനിയും ഇവിടെ നിന്ന് നേരം വൈകി പോയിട്ടുണ്ടെങ്കിൽ കാലിഫോർണിയയിൽ എത്താനായിട്ട് പറ്റില്ല. അപ്പോഴേക്കും നമ്മുടെ ചിക്കീസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡൈനോക്കോ ടീമിൽ കയറും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റോഡ് പണി തീർക്കണം എന്ന് വിചാരിച്ചിട്ട് ആ റോഡ് പണി തീർക്കുന്നുണ്ട്. പക്ഷേ പണി പാളി. നമ്മുടെ മേട്ടർ അത് കൂടെ പോകുമ്പോഴുള്ള കാഴ്ച കണ്ടാൽ നമ്മൾ മറ്റേ അപ്പം ഉണ്ടാക്കുമ്പോൾ ചില സ്ഥലത്ത് കുഴിയും ചില സ്ഥലത്ത് നല്ല രീതിയിൽ കണ്ട് കിട്ടൂലേ, അതുപോലെയാണ് ഇപ്പോഴത്തെ റോഡ് കാണുന്നത്. അതായത് ഉള്ള റോഡ് കുറച്ചും കൂടി ഒന്ന് മോശമാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് ഇത് കംപ്ലീറ്റ് ആയിട്ട് നല്ല വൃത്തിക്ക് ചെയ്തിട്ട് പോയാൽ മതിയെന്ന് അവിടെയുള്ള കാറുകളും ഷെരീഫും പിന്നെ അതുപോലെ തന്നെ ഡോഗ് ഹുഡ്സൺ എന്ന് പറയുന്ന ആ ഒരു ജഡ്ജിയും എല്ലാവരും പറയുന്നുണ്ട്. അങ്ങനെ ഡോഗ് ഹുഡ്സൺ പറയാണ് നീ എന്നെ റേസിൽ തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ ഇവിടുന്ന് പൊക്കോ എന്ന് പറയാണ്. അങ്ങനെ ഡോഗ് ഹുഡ്സണും നമ്മുടെ
ലൈറ്റ്നിങ് മെക്കീനും കൂടി ഇതേ ഒരു റേസ് വെക്കുകയാണ്. ഡോഗ് വുഡ്സൺ ആണെന്നുണ്ടെങ്കിൽ ഒരു വയസ്സൻ കാറാണല്ലോ, പിന്നെ നമ്മുടെ ലൈറ്റ്നിങ് മെക്കീൻ ആണെന്നുണ്ടെങ്കിൽ യങ് സൂപ്പർ കാറാണ്. അതുകൊണ്ട് തന്നെ അപ്പൂപ്പ എൻ്റെ കൂടെയൊക്കെ റേസ് വെക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വളരെ കൂളായിട്ടാണ് നമ്മുടെ ഡോഗ് വുഡ്സൺ അവിടെ നിൽക്കുന്നത്. ഇവനാണെന്നുണ്ടെങ്കിൽ ആ ഒരു ആർപ്പുളി, അതായത് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്ത അപ്പം തന്നെ അവൻ വണ്ടി എടുത്ത് പോയി. പക്ഷേ ഡോഗ് വുഡ്സൺ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ നമ്മുടെ ലൈറ്റ്നിങ് മെക്കീൻ ആണെന്നുണ്ടെങ്കിൽ ട്രാക്കിൽ മാത്രമാണ് റേസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ. മഡിലൂടെ, അതായത് ചെളിയിലൂടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്തൂടെ ഒന്നും നമ്മുടെ ലൈറ്റ്നിങ് മെക്കീന് പോയിട്ട് പരിചയവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ അവിടെ വീഴുന്നുണ്ട്. പിന്നീട് വീണ്ടും ആ ഒരു ഉണ്ടാക്കിയ റോഡ് വീണ്ടും പൊളിച്ചിട്ട് വീണ്ടും ടാർ ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് പോവേണ്ടി വന്ന് നമ്മുടെ പാവം മെക്കീന്. പക്ഷേ അടുത്ത ദിവസം അവിടുത്തെ കാറുകളൊക്കെ ഞെട്ടിപ്പോയി ആ ഒരു റോഡ് കണ്ടിട്ട്. മെക്കീൻ അങ്ങനെ ഒരു ചെറിയ പോർഷൻ ഭാഗം മാത്രം നല്ല അടിപൊളിയായിട്ട് ടാർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന കാറുകളൊക്കെ ആദ്യമായിട്ടാണ് തോന്നുന്നുണ്ട് അത്രയും ഒരു നല്ല ടാറിങ് കാണുന്നത്. അവരെല്ലാവരും പറയുന്നുണ്ട്, ഓ ഇതെന്താ നല്ല അടിപൊളി സ്മൂത്ത് ആയിട്ടുണ്ടല്ലോ ഇതിലൂടെ യാത്ര ചെയ്യാനൊക്കെ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മെക്കീനാണെന്നുണ്ടെങ്കിൽ വേറെ സ്ഥലത്തായിരുന്നു. അതായത് അവൻ ആ ഒരു ടേണിങ്, നേരത്തെ കഴിഞ്ഞ മത്സരത്തിൽ ഒരു ടേണിങ് തിരിഞ്ഞപ്പോൾ അവൻ നേരെ കള്ളിമുൾ ചെടികളുടെ അവിടേക്കൊക്കെ പോയി വീണിട്ടുണ്ടായിരുന്നു. അവൻ ആ ഒരു ടേണിങ് എടുക്കാനായിട്ട് പല തവണ നോക്കുന്നുണ്ട്. ഇതെന്താ ഇങ്ങനെ, എനിക്ക് ആ ഒരു ടേണിങ്ങിൽ മാത്രം പറ്റുന്നില്ലല്ലോ എന്ന്. ഇതൊക്കെ കണ്ടുകൊണ്ട് ഡോഗ് വുഡ്സണും ആ ഒരു ഷെരീഫായിട്ടുള്ള കാറും അവിടെ നിൽക്കുന്നുണ്ട്. ഡോഗ് വുഡ്സൺ ആണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മുടെ ലൈറ്റ്നിങ് മെക്കീൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ ഇങ്ങനെ ചെയ്താൽ മതി, അതായത് ഈ ഒരു ടേണിങ് എടുക്കുമ്പോൾ ടയറും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിലേക്ക് ചെരിച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് കറക്റ്റായിട്ട് ആ ഒരു ടേണിങ് എടുക്കാനായിട്ട് പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ലൈറ്റ്നിങ് മെക്കീൻ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ വയസ്സായ അപ്പൂപ്പ നിങ്ങൾ പോകണം, നിങ്ങളെ പണി നോക്ക്, എനിക്കറിയാം എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. അതായത് പുള്ളിക്കാരന് യാതൊരു വിലയും കൊടുക്കാണ്ട് അവൻ്റെ പാട് നോക്കി പോവുകയാണ്. പക്ഷേ നമ്മുടെ റോഡ് നിർമ്മാണത്തിൻ്റെ ഇടയിലും ലൈറ്റ്നിങ് മെക്കീൻ ഈ ഒരു ഡോഗ് വുഡ്സൺ പറഞ്ഞിട്ടുള്ള ആ ഒരു ട്രിക്കും കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. ആണെന്നുണ്ടെങ്കിൽ തൻ്റെ ഷോപ്പാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയാക്കി നിർത്തുന്നുണ്ട്. അതുപോലെ തന്നെയായിരുന്നു ബാക്കിയുള്ള എല്ലാ ഷോപ്പിലുള്ള കാറുകളും. അവരവരുടെ എല്ലാ ഷോപ്പുകളും അവർ വീണ്ടും ഒന്ന് റീഓപ്പൺ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് റീഫർബിഷ് ചെയ്തിട്ട് നല്ല അടിപൊളിയാക്കാനായിട്ടുള്ള ഉദ്ദേശത്തോടെ നിൽക്കുകയാണ്. നമ്മുടെ സാലി ആണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ കഷ്ടപ്പാടൊക്കെ കണ്ടിട്ട് നമ്മുടെ ആ ഒരു ഫയർ എഞ്ചിനെ കൊണ്ടിട്ട് ഇവനെ കുളിപ്പിച്ച് വിടുന്നുണ്ട്. അതായത് ഇവിടെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ടിരിക്കുന്നുണ്ട്, നീ മാത്രം ഇങ്ങനെ കരിയോലും പിടിച്ച് കിടക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു എഞ്ചിന് വിളിച്ചിട്ട് ഇവളങ്ങനെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അന്നത്തെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ മാറ്റർ വന്നിട്ട് നമ്മുടെ ലൈറ്റ്നിങ് മെക്കീനെ വിളിക്കുന്നുണ്ട്, എടാ ഇന്ന് രാത്രി ഒരു സ്ഥലം വരെ പോകാനുണ്ട്, നീ എൻ്റെ കൂടെ വരണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലൈറ്റ്നിങ് മെക്കീനാണെന്നുണ്ടെങ്കിൽ വരാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഇവരൊരു പാടത്തേക്കാണ് പോകുന്നത്. ആ പാടത്ത് ഒരുപാട് അങ്ങിങ്ങായിട്ട് ഒരുപാട് ട്രാക്ടറുകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്താ പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാറ്റർ പോയിട്ട് അവിടെ പോയിട്ട് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കും. അപ്പോൾ ഈ ഒരു ട്രാക്ടർ ഉറക്കത്ത് നിന്ന് എണീറ്റിട്ട് പെട്ടെന്ന് തന്നെ തല തിരിഞ്ഞ് ഇങ്ങനെ കിടക്കും. അതുപോലെ തന്നെ ഒരു ഗ്യാസും വിടും. ഇത് കണ്ടിട്ട് ഈ മാറ്റർ തന്നെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മെക്കീൻ്റെ അടുത്തും ഇത് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെ ഇവരിതിങ്ങനെ കണ്ടിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരു വലിയ ട്രാക്ടർ വന്നിട്ട് അവർ ഓടിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും അപ്പം തന്നെ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് മാറുന്നുണ്ട്. സാലി ആണെന്നുണ്ടെങ്കിൽ അവനെ കാത്തിരിക്കുകയാണ്, നമ്മുടെ ലൈറ്റ്നിങ് മെക്കീനെ. അന്ന് രാത്രി അവനവിടെ ഹോട്ടലിൽ ഫ്രീ ആയിട്ട് നിന്നോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാലി. കാരണം അവൻ അത്രയും ജോലിയും കാര്യങ്ങളൊക്കെ പകൽ ചെയ്യുന്നതല്ലേ. അങ്ങനെ ഇവരുടെ അടുത്ത് എത്താറാകുമ്പോൾ നമ്മുടെ മാറ്റർ നമ്മുടെ ലൈറ്റ്നിങ് മെക്കീനെ കളിയാക്കുന്നുണ്ട്. നിനക്ക് അവളെ ഇഷ്ടമല്ലടാ, എനിക്കറിയാം, സാലി മെക്കീൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൂട്ടുകാരന്മാരൊക്കെ ഏതെങ്കിലും ലൈൻ്റെ പേരൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട്സിനെ കളിയാക്കൂലേ, അതുപോലെ ഇങ്ങനെ കളിക്കൊണ്ടിരിക്കുക. ഇതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാലി അവിടെ നിന്നിട്ട് അതൊരു ഹോട്ടലിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കുള്ളൊരു റേസിംഗ് കാർ ആണെന്നുണ്ടെങ്കിൽ എന്നെ ഒരു ഹെലികോപ്റ്ററിൽ നീ കയറ്റുമോ, എനിക്ക് ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ട്, എനിക്കൊരു ഹെലികോപ്റ്ററിലൊക്കെ പോകാനെന്നൊക്കെ നമ്മുടെ മാറ്റർ നമ്മുടെ ലൈറ്റ്നിങ് മെക്കീൻ്റെ അടുത്ത് പറയുമ്പോൾ ലൈറ്റ്നിങ് മെക്കീൻ അങ്ങനെ ഞാൻ അതിനെന്താ പിന്നെന്താ നമുക്ക് എന്തായാലും ഹെലികോപ്റ്ററിൽ കയറാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മാറ്ററിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഇതൊക്കെ കേട്ടുകൊണ്ട് മാറ്റർ പോയതിന് ശേഷം നമ്മുടെ സാലി നമ്മുടെ ലൈറ്റ്നിങ് മെക്കീൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ അത് ശരിക്കും പറഞ്ഞതാണോ? കാരണം അവൻ പാവമാണ്, അവൻ അത്രയും ആഗ്രഹം കാര്യങ്ങളൊക്കെ ഉണ്ട്, നീ ശരിക്കും പറഞ്ഞാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവനും പറയുന്നുണ്ട് അതെ ശരിക്കും പറഞ്ഞാണെന്ന്. അങ്ങനെ അടുത്ത ദിവസം നേരെ എണീക്കുമ്പോൾ തന്നെ ഇവൻ ഒരു സ്വപ്നം കണ്ടിട്ട് എണീക്കുന്നത്. ആ ഒരു ട്രാക്ടർ അവൻ്റെ റേസിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ പുറകെ വന്ന് ഓടിക്കുന്നതൊക്കെയാണ് അവൻ കാണുന്നത്. ഇവനങ്ങനെ അന്നത്തെ റേഷനായിട്ടുള്ള അവൻ്റെ ഗ്യാസ് എടുക്കാനായിട്ട് അവിടേക്ക് പോകണം, അതായത് നമ്മുടെ ഷെരീഫിൻ്റെ അടുത്തേക്ക്. അപ്പോൾ ഡോഗ് വുഡ്സൻ്റെ ഒരു ചെറിയൊരു ഗ്യാരേജ് ഉണ്ടായിരുന്നു. അവിടെ പോയി നോക്കുമ്പോൾ അവിടെ അങ്ങേർക്ക് 3 പിസ്റ്റൺ കപ്പ് കിട്ടിയേക്കണ്. അതായത് പഴയ കാലത്തെ ഒരു ലെജൻഡായിരുന്ന ഒരു റേസറായിരുന്നു നമ്മുടെ ഡോഗ് വുഡ്സൺ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ട്രിക്കുകളും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, എനിക്ക് കുറച്ച് ട്രിക്കുകളൊക്കെ പറഞ്ഞു തരുമെന്ന് നമ്മുടെ ലൈറ്റ്നിങ് മെക്കീൻ ഈ ഒരു ഡോഗ് വുഡ്സൻ്റെ അടുത്തേക്ക് ചോദിക്കുന്നുണ്ട്. പക്ഷേ അങ്ങേരാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പുറത്താക്കുകയാണ്. ലൈറ്റ്നിങ് മെക്കീൻ വിടുമോ? അവൻ അവിടെ പോയിട്ട് കാറുകൾ, ബാക്കിയുള്ള കാറുകൾ ഉണ്ടാവില്ലേ, അവരുടെ അടുത്തൊക്കെ പോയി പറയുന്നുണ്ട്, നിങ്ങൾക്ക് അറിയോ ഇതൊരു ഫേമസ് റേസിംഗ് കാറായിരുന്നു നിങ്ങളുടെ ഡോഗ്, അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഇത് അറിയില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്കൊക്കെ പറയുന്നുണ്ട് അയാളാണെന്ന് 20 കിലോമീറ്റർ സ്പീഡ്
വീടിൻ്റെ മുകളിൽ പോലും പോകില്ല, പിന്നെയാണ് റേസിംഗ് കാർ. പക്ഷേ സാലി മാത്രം അവനെ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രൈവിന് വേണ്ടിയിട്ട് അവനെ വിളിക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഒരു ഡ്രൈവ് പോവുകയാണ്. നമ്മുടെ ലൈറ്റ്നിങ് മെക്കീൻ ആണെന്നുണ്ടെങ്കിൽ സാലിയോട് ചെറിയ തരത്തിലുള്ള അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ തോന്നി തുടങ്ങുന്നുണ്ട്. ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ പുറകിലൂടെ അല്ലെങ്കിൽ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ നമ്മുടെ വാൽപ്പാറ പോകുന്ന വഴി ചാർപ്പ വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, അതുപോലൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തുമ്പോൾ നമ്മുടെ സാലിയെ ഇവനിങ്ങനെ നോക്കി വെള്ളം ഇറക്കുന്നുണ്ട്. അവളാണെന്നുണ്ടെങ്കിൽ അത് കാണുമ്പോൾ ഇവനൊരു കള്ളച്ചിരി ചിരിക്കുന്നുണ്ട്. ഓ എൻ്റെ സാറേ. അവിടെ വെച്ചിട്ട് തന്നെ ലൈറ്റ്നിങ് മെക്കീന് നല്ല രീതിയിലുള്ള ഇഷ്ടം കാര്യങ്ങളൊക്കെ സാലിയോട് തോന്നുന്നുണ്ട്. അവളങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഓരോ കാര്യങ്ങളും അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ഈ ഒരു ടൗണ്, അതായത് റേഡിയേറ്റർ സ്പ്രിങ്സ് എന്ന് പറയുന്ന ആ ഒരു ടൗണ് പണ്ട് വളരെയധികം തിരക്കുള്ള ഒരുപാട് കസ്റ്റമേഴ്സും ഒരുപാട് കാറുകളും വന്നു വരുന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷേ ഇതെന്താ ഇപ്പോൾ ഇങ്ങനെയെന്ന് നമ്മുടെ ലൈറ്റ്നിങ് മെക്കീൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സാലി നമ്മുടെ ലൈറ്റ്നിങ് മെക്കീൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഈ ഒരു ബൈപ്പാസ് വന്നതോട് കൂടിയിട്ട് ആരും ഈ ഒരു വഴി വരാതായി. അതായത് ആ ഒരു ബൈപ്പാസ് വഴി ബാക്കിയുള്ള എല്ലാ വാഹനങ്ങളും ആ ഒരു ബൈപ്പാസ് വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് 10 മിനിറ്റ് ലാഭിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ സമയം വലുതായതുകൊണ്ട് തന്നെ മിക്ക ആളുകളും ആ ഒരു വഴിയാണ് പോകാറുള്ളത്. അതായത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴിയിലൂടെയാണ് അവർ പോകാറുള്ളത്. ആരും ഈ ഒരു വളഞ്ഞ് അല്ലെങ്കിൽ പഴയ ഈ ഒരു ടൗണിലൂടെ വരണമെന്ന് ആഗ്രഹിക്കില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ഈ ഒരു ടൗണ് എങ്ങനെയെങ്കിലും ഒന്ന് റിവൈവ്, അതായത് വീണ്ടെടുക്കണം, നല്ല രീതിയിൽ വീണ്ടും ഒന്ന് നടത്തിക്കൊണ്ട് പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ തുടരുന്നതെന്നൊക്കെ നമ്മുടെ സാലി ലൈറ്റ്നിങ് മെക്കീൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇവരുടെയൊക്കെ ഓരോരോ ജീവിത സാഹചര്യങ്ങളൊക്കെ കാണുമ്പോൾ ലൈറ്റ്നിങ് മെക്കീൻ്റെ ഇടയിൽ ഒരുപാട് ഫീലിങ്ങുകൾ വരുന്നത്. അതായത് ഇത്രയും നാളും സെൽഫിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ അരങ്ങൻ്റെയൊക്കെ ആയിട്ടുള്ള നമ്മുടെ സ്വന്തം കാര്യം മാത്രം നോക്കി പോകുന്ന നമ്മുടെ ലൈറ്റ്നിങ് മെക്കീൻ്റെ മനസ്സിൽ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ട്രാക്കിൻ്റെ അവിടെ പോയി, ആ ഒരു മഡ് ട്രാക്കിൻ്റെ അവിടെ പോയി നോക്കുമ്പോൾ ഡോഗ് ഹുഡ്സൺ ആണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ പഴയ റേസിംഗ് കാറിൻ്റെ ആ ടയറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടിട്ട് റേസിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈറ്റ്നിങ് മെക്കീനാണെന്നുണ്ടെങ്കിൽ രോമാഞ്ചം വന്നിട്ട് അവനൊരു കള്ളിമുൾച്ചെടിയുടെ അവിടെ പുറകിൽ ഇങ്ങനെ ഒളിച്ച് വന്നിട്ട് നോക്കുന്നുണ്ട് ഇയാൾ എന്തൊക്കെ ചെയ്യണേന്ന്. അതായത് ഡോഗ് ഹുഡ്സൺ എങ്ങനെയൊക്കെയാണ് ഈ ഒരു കാര്യങ്ങൾ, ഈ ഒരു ടേണിങ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് എങ്ങനെയൊക്കെ നോക്കുന്നുണ്ട്. അത് കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ ലൈറ്റ്നിങ് മെക്കീനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര മോട്ടിവേഷൻ കിട്ടുകയാണ്. പക്ഷേ മെക്കീൻ അടുത്തേക്ക് ചെല്ലുമ്പോൾ പുള്ളിക്കാരൻ ഒഴിഞ്ഞു മാറിയിട്ട് പുള്ളിക്കാരൻ്റെ ഗ്യാരേജിലേക്ക് പോവാണ്. അവിടെ ചെല്ലുമ്പോൾ മെക്കീൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് പിന്നെ ഇതൊക്കെ ക്വിറ്റ് ചെയ്തതെന്ന്. അപ്പോൾ പുള്ളിക്കാരൻ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പുള്ളിക്കാരൻ അങ്ങനെ ക്രാഷ് ആയതാണ്. ആ ഒരു റേസിങ്ങിൻ്റെ ഇടയിൽ അവൻ ക്രാഷായി പോയി. അതിന് ശേഷം പിന്നീട് സ്പോൺസേഴ്സ് ആണെന്നുണ്ടെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും പുള്ളിക്കാരനെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പുള്ളിക്കാരൻ ക്വിറ്റ് ചെയ്തതല്ല, ആ ഒരു റേസിങ്ങിൻ്റെ സ്പോൺസർഷിപ്പും ബാക്കിയുള്ള ആ ഒരു അധികാരികളൊക്കെ പുള്ളിക്കാരനെ വേണ്ടാന്ന് വെച്ചതാണെന്നൊക്കെ നമ്മുടെ ലൈറ്റ്നിങ് മെക്കീന് അവിടെ നിന്ന് തന്നെ ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കുന്നുണ്ട്. അടുത്ത ദിവസമായി റോഡിൻ്റെ പണി മൊത്തം പൂർത്തിയായി. നല്ല അടിപൊളി റോഡ്. പക്ഷേ എല്ലാവരും മെക്കീനെ നോക്കി നിൽക്കുകയാണ്. മെക്കീൻ ഒരു യാത്ര പോലും പറയാണ്ട് പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും വിഷമിച്ച് നിൽക്കുകയാണ്. ആ ഒരു പോലീസുകാരടക്കം വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ മാറ്ററിൻ്റെ അടുത്തായിട്ട് നമ്മുടെ മെക്കീൻ വരുന്നുണ്ട്. എല്ലാവരും എന്തിങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, എനിക്ക് വേണ്ടിയാണോ ഇങ്ങനെ വിഷമിക്കുന്നത് എന്നൊക്കെ നമ്മുടെ മെക്കീൻ ഈ ഒരു മാറ്ററിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. മെക്കീൻ എങ്ങനെ ബാക്കിയുള്ള കാറുകളോടെല്ലാം ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. അതായത് മറ്റൊന്നുമല്ല, നമ്മുടെ മെക്കീന് ഈ ഒരു ടയറും വെച്ചിട്ട്, ഈ ഒരു പഴയ ടയറും കാര്യങ്ങളും വെച്ചിട്ട് ആ കാലിഫോർണിയ വരെ എത്താനായിട്ട് പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന 2 കാറുകൾ ഉണ്ടായിരുന്നില്ല നേരത്തെ നമ്മുടെ മെക്കീനെ സ്പോൺസർ ചെയ്യുക അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്ന അവൻ്റെ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് നല്ല കിടിലൻ ടയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതൊക്കെ മെക്കീന് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പല ഷോപ്പുകളിൽ നിന്നും പല സഹായങ്ങൾ, ചില സ്ഥലത്തുനിന്ന് എൻജിൻ ഓയിൽ, അങ്ങനെ ചില സ്ഥലത്തുനിന്ന് ഗ്യാസ് നിറച്ച് കൊടുക്കുന്നു, ചില സ്ഥലത്തുനിന്ന് അവൻ്റെ സ്റ്റിക്കേഴ്സ്, ചില സ്ഥലത്തുനിന്ന് നല്ല അടിപൊളി പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ അവന് ചെയ്തു കൊടുക്കുന്നു. എല്ലാം ഫ്രീ ആയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന നമ്മുടെ മെക്കീനെ സ്വാഗതം ചെയ്യാനായിട്ട് എല്ലാവരും നിൽക്കുന്നുണ്ട്. സാലിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ പുതിയ മെക്കീനെ കണ്ടോടി എന്നൊക്കെ പറഞ്ഞിട്ട് സാലിയുടെ അടുത്തേക്ക് നമ്മുടെ മെക്കീനെ തട്ടി വിടുന്നുണ്ട്. മെക്കീൻ അങ്ങനെ ചുള്ളൻ ചെക്കനായിട്ട് മാറിയിട്ടുണ്ട്. നല്ല കിടില സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ ഒരു വെള്ള ടയറും അടിപൊളിയായിട്ടുണ്ട്. മെക്കീൻ മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള എല്ലാ കാറുകളും അവിടെ ഉണ്ടായിരുന്ന ഷോപ്പുകളും എല്ലാം അവർ റീഫർബിഷ് ചെയ്തിട്ട് അത് പുതുപുത്തനാക്കി മാറ്റിയിട്ട് അവിടെ ലൈറ്റും LED ബൾബും കൊണ്ട് നല്ല അടിപൊളിയാക്കി നിർത്തിയേക്കാണ്. പെട്ടെന്നാണ് ആ ഒരു സംഭവം ഉണ്ടായത്.
മറ്റൊന്നുമല്ല, ഒരുപാട് ഹെലികോപ്റ്റേഴ്സും അതുപോലെ തന്നെ ഒരുപാട് മാധ്യമപ്രവർത്തകരായിട്ടുള്ള കാറുകളൊക്കെ നമ്മുടെ മെക്യൂവിനുള്ള ഈ ഒരു സ്ഥലം കണ്ടുപിടിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ മെക്യൂവിനെ എല്ലാവരും കൂടി ചേർന്ന് ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എവിടെയായിരുന്നു, എങ്ങനെയാണ് മിസ്സായത്, എങ്ങനെയാണ് വഴിതെറ്റിപ്പോയത്, ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിച്ചോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മെക്കീനാണെന്നുണ്ടെങ്കിൽ ഇവരെ എല്ലാവരോടും യാത്ര പോലും പറയാനായിട്ട് കറക്റ്റ് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ സാലിയുടെ അടുത്ത് മാത്രം ഒരു 2 വാക്ക് നമ്മുടെ മെക്യൂവിന് പറയുന്നുണ്ട്. അതിനൊന്നും നമ്മുടെ ഈ ഒരു പത്രാധിപന്മാർ അല്ലെങ്കിൽ ഈ ഒരു മാധ്യമപ്രവർത്തകരായിട്ടുള്ള കാറുകൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ മാക്ക് എന്ന് പറയുന്ന ട്രാൻസ്പോർട്ടർ ട്രക്കിൽ കയറിയിട്ട് മെക്കീൻ കാലിഫോർണിയയിലേക്ക് പോവുകയാണ്. മെക്കീൻ ഇവിടെ ഉണ്ടായിരുന്നുള്ള വിവരം കാര്യങ്ങളൊക്കെ മാധ്യമപ്രവർത്തകർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഡോഗ് ഹുഡ്സൺ ആയിരുന്നു. ഇത് സാലിക്ക് മനസ്സിലാവുന്നുണ്ട്. സാലിക്ക് പിന്നെയും സങ്കടം വന്നിട്ട് അവളങ്ങനെ അവൻ പോകുന്ന ആ ഒരു ട്രക്കും കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. സാലി മാത്രമല്ല നോക്കി നിൽക്കുന്നത്, ബാക്കി എല്ലാവരും അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ള എല്ലാ കാറുകളും നമ്മുടെ മെക്കിൻ പോകുന്നത് കണ്ടിട്ട് സങ്കടം സഹിക്കാൻ പറ്റാതെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അതിനുശേഷം അവരോരോരുത്തരായിട്ട് പിരിഞ്ഞു പോവുകയാണ്. അപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു LED ബൾബുകളും മറ്റു തോരണങ്ങളും എല്ലാം ഓഫാക്കുന്നുണ്ട് അവരെല്ലാവരും കൂടി ചേർന്നിട്ട്. അവർക്ക് അത്രയും നൊമ്പരം വരുന്ന ഒരു സംഭവമായിരുന്നു മെക്കിൻ്റെ ഈ ഒരു വിടവാങ്ങൽ എന്ന് പറയുന്നത്. പിന്നീട് ഈ ഒരു റേസിങ് കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ്, അതായത് കാലിഫോർണിയയാണ് കാണിക്കുന്നത്. അവിടെയാണ് അതിൻ്റെ ജനത്തിരക്കുകളുടെ ബഹളമാണ് ഈ ഒരു റേസിങ് കാര്യങ്ങളൊക്കെ. പോരാത്തതിന് മെക്കീനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഫേമസ് ആയേക്കാണ് ഈ ഒരു മിസ്സിങ് കേസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് തന്നെ. അങ്ങനെ മെക്കീനാണെന്നുണ്ടെങ്കിൽ മനസ്സിൽ മൊത്തം ഈ ഒരു റേഡിയേറ്റർ സ്പ്രിങ്സിലുണ്ടായിരുന്ന തൻ്റെ കൂട്ടുകാരെ പറ്റിയിട്ടായിരുന്നു. നമ്മുടെ മാറ്ററിൻ്റെ അടുത്ത് ഒരു വാക്ക്, അതായത് ഒരു യാത്ര പോലും പറയാതെയാണ് മെക്കീൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അതൊക്കെ നമ്മുടെ മെക്കീൻ്റെ മനസ്സിലിങ്ങനെ തട്ടി നിൽക്കുന്നുണ്ട്. സാധാരണ റേസിങ്ങിന് പോകുന്നതിന് മുമ്പ്, ആ ഒരു ട്രക്കിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ മെക്കീനാണെന്നുണ്ടെങ്കിൽ റേസിങ് ജയിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ആലോചിച്ചിരുന്നത്. അവൻ കണ്ണടയ്ക്കുമ്പോൾ മൊത്തം റേഡിയേറ്റർ സ്പ്രിങ്സിൻ്റെ കാഴ്ചകളും അവിടെ ഉണ്ടായിരുന്ന കൂട്ടുകാരും സാലിയെയും മാറ്ററിനെയൊക്കെയാണ് അവന് കണ്ണിൽ തന്നെ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ആദ്യത്തെ ആ ഒരു ലാപ്പും കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്യാനും അല്ലെങ്കിൽ റേസിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മൊത്തം ഒരു മന്ദഗതിയിലാണ് അവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, അവൻ്റെ ആ ഒരു ഓർമ്മകളും കാര്യങ്ങളൊക്കെ അവിടെയായിരുന്നു. അതായത് റേസിങ് ട്രാക്കിൽ അവനൊരു കോൺസെൻട്രേഷനായിട്ട് ഓടിക്കാനോ അല്ലെങ്കിൽ റേസ് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ ചിക്കിക്സ് ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വണ്ടി ഓടിച്ച് പോകുന്നുണ്ട്. അവനെക്കൊണ്ട് പറ്റുന്ന പോലെ മറ്റുള്ളവരൊക്കെ ഉപദ്രവിച്ചിട്ടാണ് അവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കുന്നത്. അതായത് അവൻ്റെ ക്രൂ, അതായത് നമ്മുടെ മെക്കിൻ്റെ ക്രൂവിൻ്റെ ചീഫായിട്ട് ആരെ നിൽക്കണം നോക്കിയേ, ഡോഗ് ഹുഡ്സൺ വന്നേക്കാണ്. അവൻ മാത്രമല്ല, ബാക്കിയുള്ള അവിടെ ഉണ്ടായിരുന്ന കാറുകൾ മൊത്തം ഇത് കാണാനായിട്ട് വന്നിട്ടുണ്ട്. സാലിയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് പേര് മാത്രമാണ് ആ ഒരു ടൗണിലുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും ഈ ഒരു റേസിങ് കാണാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പം തന്നെ നമ്മുടെ ക്യാമറാമാൻസും എല്ലാവരും ഈ ഒരു ഡോഗ് ഹുഡ്സൻ്റെ നേരെ ക്യാമറ തിരിക്കുകയാണ്. പഴയ ലെജൻഡ് വന്നിട്ടുണ്ട്, നമ്മുടെ ലൈനി മെക്കിൻ്റെ ക്രൂവിലെ ചീഫാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ അടിച്ച് തിമിർത്ത് ഇങ്ങനെ റേസ് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ മെക്യൂന് എവിടുന്നോ ഒരു നല്ലൊരു എനർജി വരുന്നുണ്ട്. അപ്പം തന്നെ ഒരു മോട്ടിവേഷനൊക്കെ വന്നിട്ട് അവൻ പെട്ടെന്ന് തന്നെ എല്ലാ ലാപ്പും കാര്യങ്ങളും ഒക്കെ വീണ്ടും ലീഡ് ചെയ്ത് മുന്നോട്ട് പോവുക. മെക്കീൻ അങ്ങനെ പിറ്റ് ഷോപ്പിൽ കയറുമ്പോൾ അവൻ്റെ റേഡിയേറ്റർ സ്പ്രിങ്സിലുണ്ടായിരുന്ന ആ കൂട്ടുകാരന്മാരായിട്ടുള്ള ആ ഒരു കാർ ഷോപ്പിൻ്റെ ഓണേഴ്സൊക്കെയാണ് അവൻ്റെ ടയറും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുക്കുന്നത്. അവർ നല്ല സട കുടഞ്ഞ് എഴുന്നേറ്റ് ബാക്കിയുള്ള പിറ്റ് ഷോപ്പിലുള്ള ടെക്നിക്കേഴ്സിൻ്റെയൊക്കെ വെട്ടിച്ചുകൊണ്ട് വളരെ വേഗത്തിലാണ് അവൻ്റെ ഓരോ ടയറുകളും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുക്കുന്നത്. ഇനി ഒരു ലാപ്പും കൂടി ഉള്ളൂ, ആ ഒരു ലാപ്പ് കഴിയാറായിട്ടുണ്ട്, തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴേക്കും ദ കിങ് എന്ന് പറയുന്ന ആ ഒരു കാറിനെ ക്രാഷ് ചെയ്ത് വിടുകയാണ് നമ്മുടെ ചിക്കിക്സ് എന്ന് പറയുന്ന ആ ഒരു വൃത്തികെട്ട കാറ്. ഇത് കണ്ടിട്ട്, ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഡോഗ് ഹുഡ്സണ് പണ്ടുണ്ടായിരുന്ന ആ ഒരു അനുഭവം നല്ല രീതിയിൽ അറിയാവുന്നതുകൊണ്ട് തന്നെ മെക്കീൻ പോയിട്ട് ആ ഒരു കാറിനെ പുറകിൽ നിന്ന് തള്ളിയിട്ട് ആ ഒരു റേസ് ഫിനിഷ് ചെയ്യാനായിട്ട് സഹായിക്കുകയാണ്. ചിക്കിക്സ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അടിച്ച് എന്നുള്ള രീതിയിൽ ആ ഒരു എപ്പോഴും ആ റേസും കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്ത് ഞാൻ ഒന്നാമതെത്തി, പിസ്റ്റൺ കപ്പൊക്കെ നേടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കാണികളായിട്ട് നിന്നിരുന്ന കാറുകൾ ആരും ആർപ്പ് വിളിച്ചില്ല, ജയ് വിളിച്ചില്ല, ഒന്നും ചെയ്തില്ല. അവരാകെ വിഷമിച്ചിരിക്കുകയാണ് ഈ ഒരു കാഴ്ച കണ്ടിട്ട്. നമ്മുടെ മെക്വീനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാറിനെ ഫിനിഷ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഫിനിഷ് ചെയ്യുമ്പോൾ തന്നെ എല്ലാവരും ആർപ്പ് വിളിക്കുന്നുണ്ട്. പോരാത്തതിന് ഈ ഒരു കാറിൻ്റെ, ഈ ഒരു ബ്ലൂ കാറായിട്ടുള്ള ദ കിങ് എന്ന് പറയുന്ന ആ ഒരു കാറിൻ്റെ അവസാനത്തെ മത്സരമായിരുന്നു, റിട്ടയർ ആവാൻ പോകേണ്ട മത്സരമായിരുന്നു. അതായിരുന്നു ഈ ഒരു പച്ചക്കാറായിട്ടുള്ള വൃത്തികെട്ട കാറ് വന്നിട്ട് നശിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ ചിക്കിക്സ് ചോദിക്കുന്നുണ്ട്, ഞാനല്ലേ ജയിച്ചേ, പിന്നെ തന്നെ അവർ ഫിനിഷ് ചെയ്യുമ്പോൾ മാത്രം ആർപ്പ് വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്കല്ലേ അറിയുള്ളൂ യഥാർത്ഥത്തിൽ ആരാണ് ജയിച്ചിട്ടുള്ളതെന്ന്.
അങ്ങനെ പിസ്റ്റൺ കപ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ ചിക്കീസ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിലും ഡൈനോക്കോ ടീം, അതായത് ആ ഒരു വലിയ സ്പോൺസർ കമ്പനി ആയിട്ടുള്ള ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു കമ്പനി വരെ നമ്മുടെ സിക്യുവിൻ്റെ അടുത്താണ് വന്നിട്ട് ചോദിക്കുന്നത് സ്പോൺസർഷിപ്പും കാര്യങ്ങളൊക്കെ വേണമെന്ന്. പക്ഷേ മെക്കീൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പഴയ സ്വഭാവം വെച്ചാണെങ്കിൽ വേണമെന്ന് പറയും, പഴയ സ്പോൺസറെ വേണ്ടാന്നും പറയും, ഇപ്പോഴത്തെ പുതിയ സ്പോൺസറെ വേണമെന്നും പറയും. പക്ഷേ മെക്കീൻ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് മാറിയിട്ടുണ്ടായിരുന്നു. നല്ല സ്വഭാവമാണ് ഇപ്പോൾ, നല്ല കൂട്ടുകാരുണ്ടവന്, നല്ലൊരു പെണ്ണുണ്ടവന്, അതുപോലെ നല്ലൊരു നാടുണ്ടവന്. അതുകൊണ്ട് തന്നെ അവൻ പഴയത് മതി എന്ന് പറഞ്ഞിട്ട് അവരെ ഒഴിവാക്കി വിടുകയല്ല, പക്ഷെ ഒരു ഫേവർ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ മാറ്ററിനെ ഇവരുടെ ഒരു ഹെലികോപ്റ്ററിൽ ഒന്ന് കറങ്ങാൻ കൊണ്ടുപോകുമെന്ന് അയാളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ആ ഒരു സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞ ആളുടെ അടുത്ത്, അതായത് ഡൈനോക്കോ ടീമിൻ്റെ ഒരു മാനേജറിൻ്റെ അടുത്ത്. അവർ പിന്നെന്താന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാറ്ററിനെയും കൂട്ടിയിട്ട് ഹെലികോപ്റ്ററിൽ പറന്ന് പോകുന്നുണ്ട്. കീനാണെന്നുണ്ടെങ്കിൽ ഒടുക്കത്തെ ഫേമസ് ആയിട്ടുള്ള കാറായതുകൊണ്ട് തന്നെ അവൻ്റെ ഫ്രണ്ട്സും ബാക്കിയുള്ള എല്ലാ കാറുകളും ഈ ഒരു ടൗണിലേക്ക് പോകാനായിട്ട് തുടങ്ങി. കാറിൻ്റെ പാർട്സ് എടുക്കാനും ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട് മെക്കീനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു ടൗണിൽ പോയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി പാർട്സും നല്ല ഫ്യൂവലും കാര്യങ്ങളൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ മെക്കീൻ്റെ ഫ്രണ്ട്സൊക്കെ ഈ ഒരു ഷോപ്പുകളിലേക്ക് വരാനായിട്ട് തുടങ്ങി. അങ്ങനെ ആ ഒരു ടൗൺ പൊതുവേ ഒരു വലിയ തിരക്കുള്ള, അല്ലെങ്കിൽ അത്ര നല്ല രീതിയിലുള്ള കച്ചവടവും സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ടൗണായിട്ട് മാറാനായിട്ട് തുടങ്ങി. റേസിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം സാലിയെ കാണാനായിട്ട് നമ്മുടെ മെക്കീൻ വന്നിട്ടുണ്ട്. മെക്കീൻ അങ്ങനെ ഒരു കാര്യം അവളുടെ അടുത്ത് പറയുന്നുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. മറ്റൊന്നുമല്ല, അവൻ്റെ റേസിംഗ് ഹെഡ് ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ റേഡിയേറ്റർ സ്പ്രിങ്സിൽ തന്നെ ഉണ്ടാക്കാനായിട്ടാണ് അവൻ ഉദ്ദേശിക്കുന്നത്. അവൾക്കത് കേട്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമായി. അവരങ്ങനെ ഒരു റൈഡ് പോകുമ്പോൾ നമ്മുടെ മാറ്റർ വന്നിട്ട് അവരെ ശല്യപ്പെടുത്തുന്ന ഒരു സീനിലാണ് നമ്മുടെ ഈ ഒരു മനോഹരമായിട്ടുള്ള കാഴ്സ് എന്ന് പറയുന്ന സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കണും കൂടി ഓണാക്കി വെക്കുക. എന്നാലാണ് അടുത്ത വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഇത് പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയണ കാര്യമാണ്, എന്നാലും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ, ബൈ ബൈ.